ഹായ്, വെൽക്കം ടു പ്രെപ്പ് അക്കാഡമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CSIS-ന്റെ ഫേസ് 2 ഓപ്പൺ ആയിട്ടുണ്ട്. അതിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. ഹെൽപ്പ് ഡെസ്കിന് താഴെയായിട്ട് CUT ആപ്ലിക്കേഷൻ നമ്പർ നമ്മൾ കൊടുക്കുന്നു. അതിൻ്റെ താഴെ യു വിൽ ബി ഗിവൺ എ പാസ്വേഡ്. ഓൾറെഡി ആ പാസ്വേഡ് നമ്മൾ കൊടുക്കുന്നു. താഴെ ക്യാപ്ച വെരിഫൈ ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഫേസ് 1 ചെയ്തിട്ടുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടെ ആപ്ലിക്കേഷൻ ഫോം കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഐ ഹോപ്പ് യു ഹാവ് കറക്റ്റഡ് ദീസ് തിങ്സ്. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ട്, സർട്ടിഫിക്കറ്റ് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ, സൈൻ ആൻഡ് ഫോട്ടോ, ഇതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ആണ് നമ്മൾ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫേസ് 2. ഇതിൽ നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കോഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. ആൻഡ് യു ഷുഡ് അപ്ഡേറ്റ് ദിസ് മാപ്പിംഗ്. നമ്മൾ മാപ്പിംഗ് അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ CUT ടെസ്റ്റ് പേപ്പറിനോട് ഈക്വൽ ആയിട്ടുള്ള പേപ്പേഴ്സ് വി ഹാവ് അറ്റൻഡഡ് ഇൻ അവർ ഹയർ സെക്കൻഡറി. അപ്പം ഫസ്റ്റ് നമ്മൾ ഇംഗ്ലീഷ് എടുത്തു കഴിയുമ്പോൾ ഇംഗ്ലീഷ് ഓർ ഇംഗ്ലീഷ് കോർ അത് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും ആസ് ഇറ്റ് ഈസ് ഗിവൺ ഇൻ അവർ +2 സർട്ടിഫിക്കറ്റ്. അതിൻ്റെ താഴെ എക്കണോമിക്സ് ഓർ ബിസിനസ് എക്കണോമിക്സ്, വി ആർ മാപ്പിംഗ് എക്കണോമിക്സ്. സിമിലർലി ഹിസ്റ്ററി എടുത്തിട്ടുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇവിടെ ഹിസ്റ്ററി ഉണ്ടാവും. വിൽ ബി ആഡിങ് ഹിസ്റ്ററി ഓൾസോ ആൻഡ് ലീഗൽ സ്റ്റഡീസ് അലോങ് വിത്ത് സോഷ്യോളജി. ഇത്രയും സബ്ജക്ട്സ് ആണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. ആൻഡ് നമ്മളിവിടെ കാണാൻ നമുക്കൊരു ലീവ് ഔട്ട് ചെയ്തൊരു പേപ്പറുണ്ട്, അപ്ലൈഡ് മാത്തമാറ്റിക്സ്. ആൻഡ് CUT ടെസ്റ്റ് പേപ്പർ GT ജനറൽ ടെസ്റ്റ്, അത് നോൺ സ്പെസിഫൈഡ് ആയിട്ടാണ് വരുന്നത്. കാരണം GTക്ക് ഈക്വൽ ആയിട്ടുള്ള പേപ്പേഴ്സ് വി ആർ നോട്ട് ഹാൻഡ്ലിംഗ് ഇൻ അവർ +2. സോ വി ആർ ഗിവിംഗ് ദിസ് ഡിക്ലറേഷൻസ്. അപ്പം അത് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ ഡബിൾ എൻഷുർ ചെയ്യണം. ചെയ്തിട്ട് വേണം ഈ ടിക്സ് എല്ലാം കൊടുക്കാൻ. ഓക്കെ, മാർക്സ് എല്ലാം കറക്റ്റ് ആണെന്ന് ഒന്നുകൂടെ നോക്കുക. ആൻഡ് സേവ് ആൻഡ് കണ്ടിന്യൂ. ആൻഡ് there will be a preview for this thing. Preview കഴിഞ്ഞിട്ട് we are proceeding to program eligibility. പ്രോഗ്രാം എലിജിബിലിറ്റിയിലാണ് നമ്മുടെ എത്ര പ്രോഗ്രാംസ് ഉണ്ട്. ഇത് DUവിൻ്റെ മാത്രമായതുകൊണ്ട് നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ സ്കോഴ്സിലെടുത്ത് ഓരോ പർട്ടിക്കുലർ കോഴ്സസിന് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ സ്കോഴ്സ് എന്തുമാത്രമാണെന്നാണ് കൊടുക്കുന്നത്. ഇപ്പോൾ 4 സബ്ജക്ട്സിനെയാണ് മോസ്റ്റ് പ്രോബബിളി നമുക്ക് കാണുന്നത്. അത് ഇംഗ്ലീഷ് ഉണ്ടാവും, പിന്നെ 3 സബ്ജക്ട്സ് ഉണ്ടാവും. അതിൻ്റെ ടോട്ടൽ സ്കോർ എത്രയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ 4 സബ്ജക്ട്സ് 800-ൽ 668 ആണ് ഇവിടെ വരുന്ന സ്കോർസ്. ഇപ്പോൾ BComന് കൊടുക്കാം, പക്ഷെ ചില ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം വി ആർ നോട്ട് അപ്ലൈങ് ഫോർ മാത്തമാറ്റിക്സ് ആൻഡ് ഓൾ. അത് കാരണം മാത്തമാറ്റിക്സ് ഇല്ലാത്ത പേപ്പറാണ്. BCom ഓണേഴ്സ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല, ആൻഡ് അത് മാനേജ്മെന്റ് കാണില്ല. പക്ഷെ യു വിൽ സീ ഇതൊരു ഹ്യൂമാനിറ്റീസ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹ്യൂമാനിറ്റീസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസസ് ആൻഡ് മാസ് മീഡിയ, അതുപോലെ തന്നെ ജേർണലിസം, ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ. ജേർണലിസത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷും GTയുടെ മാത്രമാണ് സ്കോർ ആപ്ലിക്കബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതലുള്ള പേപ്പേഴ്സ് എവിടേക്കാണ് ആപ്ലിക്കബിൾ ആകുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഈക്വൽ ആയിട്ടുള്ള കോഴ്സസ് നമുക്ക് പ്രിഫർ ചെയ്യാൻ സാധിക്കും. പ്രിഫറൻസ് സെലക്ഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ ആദ്യം ഒരുപാട് പേപ്പേഴ്സ് നമുക്കിവിടെ തന്നിട്ടുണ്ടാവും. ഇതിലേതൊക്കെ വേണം നമുക്ക് ആഡ് ചെയ്യാനെന്നുള്ളതാണ്. നമ്മളിവിടെ കുറച്ച് പേപ്പേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ആഡ് ചെയ്യാം, റിമൂവ് ചെയ്യാം. ഇവിടെ കുറച്ച് കോളേജസ് കൊടുത്തിട്ടുണ്ട്. ഇതിലേതൊക്കെയാണ് നമ്മുടെ പ്രിഫറൻസ് എന്നുള്ളതാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അഡ്വർടൈസിങ്, സെയിൽസ് പ്രൊമോഷൻ, സെയിൽസ് മാനേജ്മെന്റ്, വാട്ട് എവർ കോളേജസ് ആൻഡ് കോഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ട കോളേജസ് യു ഹാവ് ആൻ ഐഡിയ അബൌട്ട് വാട്ട് കോളേജസ് യു ആർ ചൂസിങ്. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കുറച്ച് ബെസ്റ്റ് കോളേജസ് അണ്ടർ CUT വരുന്നുണ്ട്. അതിൽ നമുക്ക് വേണ്ട കോഴ്സസ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഹ്യൂമാനിറ്റീസിനൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ആത്മാറാം കോളേജ് ഉണ്ട്, അതുപോലെ തന്നെ സെയിൻറ്റ് സ്റ്റീഫൻസ്, സിമിലർലി കിരോറിമാൽ, ഹിന്ദു കോളേജ്, അങ്ങനെ കുറച്ചധികം കോളേജസ് ഉണ്ട്. യു ക്യാൻ അപ്ലൈ ഫോർ ഓൾ ദീസ് കോളേജസ്. പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് കിട്ടും. ഇഫ് യു ആഡ് ടു ബോട്ടം ഓർ ടു ടോപ്പ് വാട്ടവർ, നമുക്ക് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മുടെ പ്രിഫറൻസ് ആണ്. അപ്പോൾ ടോട്ടൽ നമ്മളൊരു 42-43 പ്രിഫറൻസസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ബിഫോർ സേവിങ് ദീസ് തിങ്സ് നമുക്ക് ഇവിടെ അറിയാൻ സാധിക്കും ഇത് ഏതൊക്കെയാണ് നമ്മുടെ പ്രിഫറൻസ് എന്നുള്ളത്. അപ്പം നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് കൊടുക്കുക. ഇഫ് യു ആർ ഓപ്റ്റിംഗ് ഓൺലി ഫോർ സെയിൻറ്റ് സ്റ്റീഫൻസ് കോളേജ്, യു മൂവ് യുവർ പ്രിഫറൻസ് അപ്പ്, മുകളിലേക്ക് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ നമ്പർ കൊടുക്കണമെങ്കിൽ യു ക്യാൻ ഗിവ് ദ നമ്പർ. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നുണ്ട് ഒരു 10th 12th ആ ഒരു പൊസിഷനിലേക്കാണ് നമ്മൾ ഈ കോളേജിൻ്റെ ഓപ്ഷൻ നമുക്ക് വരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് വേണമെങ്കിലും കൊടുക്കാം. ഹിസ്റ്ററി
ഫിലോസഫി ഒരു പ്രിഫറൻസ് നമ്പർ ഒരു 5, യു ആർ ആഡിങ് 5th പ്രിഫറൻസ് ആണെങ്കിൽ യു ക്യാൻ ആഡ് ദാറ്റ് ആൻഡ് യു വിൽ സീ ഹിയർ ദാറ്റ് നമ്മുടെ 5th പ്രിഫറൻസ് ആയിട്ട് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെ പർട്ടിക്കുലർ കോഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഇതുപോലെയാണ് പ്രിഫറൻസ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് പ്രോഗ്രാം സെൻറ്റ് സ്റ്റീഫൻസ്, സെക്കൻഡ് സെൻറ്റ് സ്റ്റീഫൻസ്, തേർഡ് ഫോർ ദീൻ ദയാൽ ഉപാധ്യായ, fourth for the 5-year integrated program in journalism, which comes under Delhi School of Journalism. Then അതിനുശേഷം we have added this other colleges and other courses. ഒരു കോഴ്സ് തന്നെ പല കോളേജുകൾ കാണും. സോ യു ജസ്റ്റ് ഗോ ആൻഡ് റിസർച്ച് വാട്ട് കോളേജസ് യു പ്രിഫർ ആൻഡ് ദ ലൊക്കേഷൻ ആൻഡ് ദ കരിക്കുലം, ദ പ്ലേസ്മെന്റ്സ് എക്സെട്ര. അതെല്ലാം വെച്ചിട്ട് നിങ്ങളെ കോളേജ് നിങ്ങൾക്കൊരു പ്രിഫറൻസ് ഉണ്ടെങ്കിൽ ആ കോളേജിന്റെ പ്രിഫറൻസ് ഫസ്റ്റ് കൊടുക്കുക. രണ്ട് രീതിയിൽ കൊടുക്കാം. ഇഫ് യു ആർ ഓപ്റ്റിംഗ് ഓൺലി ഫോർ ഹിസ്റ്ററി, അപ്പം നിങ്ങളുടെ ഫസ്റ്റ് ഒരു 10 കോളേജസ് ഹിസ്റ്ററിയുടെ പ്രിഫറൻസ് മാത്രം കൊടുക്കുക. ഫസ്റ്റ് 10 കോഴ്സ് ബേസ് ചെയ്ത് നമ്മൾ കൊടുക്കുക. ആൻഡ് ഇഫ് യു ആർ ഓപ്റ്റിംഗ് ഫോർ എ പർട്ടിക്കുലർ കോളേജ്, ദെൻ യു ഗിവ് പ്രിഫറൻസ് ദാറ്റ് കോളേജ് ഇറ്റ്സെൽഫ്. ഇവിടെ കുറച്ച് മിക്സ്ഡ് അപ്പ് ആണ്. ഇവിടെ കുറച്ച് നല്ല കോളേജസും നല്ല കോഴ്സസും ഉള്ളൊരു കമ്പൈലേഷനിലാണ് ഇത് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് വി ഹാഡ് ഓൺലി 43 പ്രിഫറൻസസ്. സേവ് യുവർ ചേഞ്ചസ് ആൻഡ് പ്രിഫറൻസസ്. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യും. 600+ ഓപ്ഷൻസ് ആണ് നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ സ്ട്രീമിന് വേണ്ടി. അപ്പോൾ യു ക്യാൻ ആഡ് ആസ് മച്ച് പ്രിഫറൻസ് ആസ് യു വാണ്ട്. ആൻഡ് വി ആഫ്റ്റർ ആഡിങ് ദിസ് തിങ് യു ക്യാൻ ഗോ ടു പ്രിവ്യൂ ദിസ് പ്രിഫറൻസസ്. അപ്പോൾ ഇവിടെ നമുക്കൊരു 43 പ്രിഫറൻസ് ഉണ്ട്. യു ക്യാൻ ആഡ് 100 പ്രിഫറൻസസ്, ഡസൻ മാറ്റർ. അപ്പം നമുക്ക് നീഡ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ റാൻഡം ആയിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുക. കാരണം റിസൾട്ട്സ് ലാസ്റ്റിൽ വരുമ്പോൾ it will be up to the number of applicants for a particular course. നിങ്ങളെക്കാളും സ്കോർ കൂടിയ ആപ്ലിക്കൻസ് ഉണ്ടെങ്കിൽ യു വിൽ ബി റാങ്ക്ഡ് അക്കോർഡിംഗ്ലി. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടെങ്കിൽ യു ക്യാൻ പ്രിഫർ ഓൾമോസ്റ്റ് എനി കോളേജസ് യു വാണ്ട്. ഒരു മാർക്ക് ബേസ്ഡ് ആൻഡ് പെർസെൻറ്റൈൽ ബേസ്ഡ് ആയിരിക്കും നമ്മുടെ പ്രിഫറൻസസ് കൊടുക്കേണ്ടത്. ഓക്കെ, ആൻഡ് വി ഹാവ് അപ്ഡേറ്റഡ് ഓൾ ദിസ് പ്രിഫറൻസസ്. യു ക്യാൻ സീ ദിസ് ഹിയർ. And here given some good colleges like Tej Bahadur, Atmaram Sanatana Dharma, Deen Dayal Upadhyaya, Hansraj, Kirorimal, Hindu College, St. Stephen's College, etc. We have given much colleges. If a woman candidate is appearing for this application, you can add some other colleges like Jesus and Mary. അതുപോലെ തന്നെ പർട്ടിക്കുലർ ലേഡി ശ്രീറാം പോലെയുള്ള ചില വിമൻസ് കോളേജസ് ഉണ്ട്. യു ക്യാൻ ആഡ് ദോസ് കോളേജസ് ഓൾസോ. ദോസ് ആർ സം ഓഫ് ദ better colleges in India. Finally, we are going to submit this preference selection. നമ്മൾ പ്രിഫറൻസ് സെലക്ഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. യു ക്യാൻ വ്യൂ യുവർ അക്കാഡമിക് സെക്ഷൻ. ഈ അക്കാഡമിക് സെക്ഷൻ ഇത്രേ ഉള്ളൂ. ഇത് നമ്മുടെ കറക്റ്റ് ആണോ നോക്കുക. യു അപ്ഡേറ്റ് ദോസ് തിങ്സ്. എറേഴ്സ് വരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ആൻഡ് ദിസ് ഇസ് ഓൾ അബൌട്ട് ആപ്ലിക്കേഷൻ for phase 2 under DU CSAS. Thank you for watching this video, and hope this video was a bit informative.